സുഹൃത്തുക്കൾ, ഇന്ന് രാവിലെ നടന്നതിന് ശേഷം കണ്ട കാഴ്ചയാണ്. ഈ വെള്ള ഫ്ലവർ നിങ്ങൾ കണ്ടു, അത് ബ്രൈഡൽ ബൊക്കെ പ്ലുമേറിയ. പിന്നെ ബോഗൺവില്ല അങ്ങോട്ട് തുടങ്ങുകയാണ്. ഗ്ലോറി ഓഫ് ഗാർഡൻ. എത്ര വേരിയേഷനാണ് ബോഗൺവില്ലയ്ക്ക്. നല്ല ഡാർക്ക് കളേഴ്സും ലൈറ്റ് കളറും വൈറ്റും ഉണ്ട്. ഇപ്പോൾ ഈ ഫ്ലവറിനെ കുറിച്ചുള്ള സ്റ്റഡിക്ക് പറയുന്ന പേരാണ് ആന്തോളജി. ഒരു ഫ്ലവർ ഉണ്ടാവണമെങ്കിൽ ഫിസിക്കലായിട്ടും ഫിസിയോളജിക്കലായിട്ടും മോർഫോളജിക്കലായിട്ടും അനാറ്റമിക്കലായിട്ടും ഹോർമോണലായിട്ടുള്ള ചേഞ്ചുകൾ നടക്കണം. ഫ്ലവർ എന്ന ലോകത്തിൽ എവിടേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യണമെന്നറിയോ? ഉദാഹരണം പറഞ്ഞ, ഒരാൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ കൊടുക്കും ഫ്ലവർ. കല്യാണം കഴിക്കുമ്പോൾ ഫ്ലവർ വേറെ ഒരു മാലയിട്ട് കൊടുക്കണം, ബൊക്കെയിട്ട് കൊടുക്കണം. ഇനി ചിലർക്ക്, അല്ലെങ്കിൽ ചില കേസുകളിൽ ഫ്ലവർ കണ്ടാൽ ചിലർക്ക് ആർട്ട് ഫോം ചെയ്യും, അതായത് കവിതകൾ വരും. ഉദാഹരണം വീണപ്പൂവ്. ചിലർ ഫ്ലവേഴ്സ് അവരുടെ ഡ്രസ്സുമ്മേ തന്നെ അത് കുത്തിവെക്കും. അപ്പോൾ പല ടൈപ്പാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ. അപ്പോൾ പുറത്തുനിന്ന് കണ്ടു നമുക്ക് സിമ്പിളായിട്ട് തോന്നും, പക്ഷേ നേച്ചറിൻ്റെ കാര്യം എപ്പോഴും വളരെ മിസ്റ്റീരിയസ് ആണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ വളരെ ഇഷ്ടമായിട്ട് തോന്നി, അതുകൊണ്ടൊന്ന് പിടിച്ചെന്ന് മാത്രം. നിങ്ങൾക്ക് എപ്പിസോഡ് ഇഷ്ടമായാൽ, ഇത് നമ്മുടെ ചെത്തി ഇക്സോറ ഇഷ്ടമായാൽ ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിർത്തട്ടെ. ടേക്ക് കെയർ. അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു. ബൈ.